നമസ്കാരം കൂട്ടുകാരെ, 2013 പുറത്തിറങ്ങിയ രസകരമായ ഒരു ത്രില്ലർ ചലച്ചിത്രം ഹോം ഫ്രണ്ട് വിശദമായ കഥയിലേക്ക് കടക്കുന്നതിനു മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ വിശദമായ കഥയിലേക്ക് പോകാം. കഥയെ ആരംഭിക്കുന്നത് ഒരു ബൈക്കർ ഗ്യാങ്ങിനെ കാണിച്ചുകൊണ്ടാണ്. ബൈക്കർ ഗ്യാങ് എന്ന് അവരുടെ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലുള്ള ലാബിലേക്ക് എത്തുന്നു. മയക്കുമരുന്ന് നിർമ്മാണം നടക്കുന്ന ഒരു ലാബായിരുന്നു അത്. ബൈക്കർ ഗ്യാങ് അവരുടെ ഇടത്തേക്ക് കയറുമ്പോൾ അതിനു ചുറ്റിലും DEA സംഘം വളഞ്ഞിരുന്നു. മറഞ്ഞിരുന്ന് അവർ വീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. DEA എന്ന് പറയുന്നത് അമേരിക്കയിലെ ഡ്രഗ് എൻഫോഴ്സ്മെന്റ് അഡ്മിനിസ്ട്രേഷനെയാണ്. ഡാനി ടി എന്ന പേരുള്ള ബൈക്കർ ഗ്യാങ്ങിന്റെ തലവന്റേതായിരുന്നു ആ മയക്കുമരുന്ന് നിർമ്മാണശാല. കുറച്ചു നാളുകളായി ഡാനി ടിയുടെ കൂടെയുള്ള ഡാനി ടിയുടെ വലങ്കൈയായി മാറിയ ഫിൽ ബ്രോക്കർ എന്ന വ്യക്തിയും ഡാനി ടിക്കൊപ്പം മയക്കുമരുന്ന് ശാലയുടെ അകത്തേക്ക് എത്തിയിരുന്നു. പക്ഷേ യാഥാർത്ഥ്യത്തിൽ ബ്രോക്കർ ഒരു DEA അണ്ടർ കവർ ഏജന്റാണ്. ഡാനിക്കും അതിനെപ്പറ്റി അറിവുണ്ടായിരുന്നില്ല. അകത്തെത്തി കൃത്യമായ നിർദ്ദേശം കൊടുക്കപ്പെട്ടതും DEA സംഘം അന്ന് ഡാനിയുടെ ആ ഏരിയ ആക്രമിക്കുകയാണ്. അതോടെ അവിടെ ഷൂട്ടൌട്ടും മറ്റ് സംഗതികളും അരങ്ങേറുന്നു. ഡാനിയും ബ്രോക്കറിന്റെ യഥാർത്ഥ ഐഡന്റിറ്റി അതോടെ തിരിച്ചറിയുകയാണ്. പക്ഷേ ഡാനി ടിക്ക് ബ്രോക്കറിനെതിരെ നിൽക്കാൻ പറ്റുമായിരുന്നില്ല. DEA സംഘം ഇരച്ചു കയറിയതോടെ ജീവൻ രക്ഷപ്പെടുത്താൻ ഡാനിക്ക് തന്റെ മകനെയും കൂട്ടി അവിടെ നിന്ന് കാറിൽ രക്ഷപ്പെട്ടു പോകേണ്ട വന്നു. പക്ഷേ ബ്രോക്കർ ഉണ്ടോ വിടുന്നു. തന്റെ ബൈക്കുമെടുത്ത് ബ്രോക്കർ അവരെ ചേസ് ചെയ്യാൻ തുടങ്ങി. അതിനോടകം ആ പ്രദേശം മുഴുവൻ ബ്ലോക്ക് ചെയ്യപ്പെട്ടിരുന്നതിനാൽ ഡാനിക്കും മകനും അങ്ങനെ രക്ഷപ്പെട്ടു പോവാൻ സാധിക്കുമായിരുന്നില്ല. ഒടുവിൽ തന്റെ മോട്ടോർ ബൈക്ക് ഉപയോഗിച്ച് ഡാനി ടിയുടെ കാർ അപകടത്തിൽപ്പെടുത്തി ബ്രോക്കർ അവരെ രക്ഷപ്പെടുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തുകയാണ്. ഡാനിയുടെ മകൻ ജോജോ തോക്ക് താഴിടാതെ നിന്ന ഘട്ടത്തിൽ ബ്രോക്കർ അവന്റെ കാലിൽ വെടിയുതിർത്ത് വീഴ്ത്തി. പക്ഷേ ജോജോ വീണ്ടും ആക്രമിക്കാൻ തയ്യാറാവുന്ന കണ്ടതും അങ്ങോട്ടേക്ക് എത്തിയിരുന്ന മറ്റേജൻസ് ജോജോയെ വെടിവെച്ച് കൊലപ്പെടുത്തുകയാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ട് നിന്നിരുന്ന ഡാനിക്ക് മുമ്പിൽ വെച്ചിട്ടായിരുന്നു മകൻ കൊല്ലപ്പെടുന്നത്. തന്റെ മകൻ അങ്ങനെ കൊല്ലപ്പെടുന്നത് ഡാനിക്ക് സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. വെറികൊണ്ട ഡാനി ബ്രോക്കറെ താൻ ഇല്ലാതാക്കും എന്നൊക്കെ അലറി വിളിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് 2 കൊല്ലത്തിനു ശേഷം ബ്രോക്കർ DEAയിൽ നിന്ന് റിസൈൻ ചെയ്ത് ലൂസിയാന എന്ന് പറയുന്ന ചെറിയൊരു ടൗണിലേക്ക് മകൾക്കൊപ്പം താമസം മാറ്റിയിരുന്നു. ബ്രോക്കറിന്റെ ഭാര്യ ആ അടുത്താണ് മരണപ്പെട്ടത്. അതോടെയായിരുന്നു ബ്രോക്കർ ലൂസിയാനയിലേക്ക് മാറുന്നത്. മകൾ മാഡിക്കൊപ്പം ബ്രോക്കർ സമാധാനത്തോടെ ജീവിച്ചു പോന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം മാഡി തന്റെ സ്കൂളിൽ കളിക്കുകയായിരുന്നു. സ്കൂൾ ബുള്ളിയായ ടോം എന്ന പയ്യൻ മാഡിക്ക് അടുത്തേക്ക് വന്നു. അവളുടെ തൊപ്പിയെടുക്കുകയും അവളെ തള്ളിയിട്ട് ബുള്ളി ചെയ്യാനൊക്കെ ആരംഭിക്കുകയും ചെയ്തു. വേണ്ടെന്ന് മാഡി വാൺ ചെയ്തതാണ്. പക്ഷെ അവൻ നിർത്തുന്നുണ്ടായിരുന്നില്ല. അതോടെ ദേഷ്യം പിടിച്ച മാഡി ടോമിനെ നല്ല രീതിയിൽ ഇടിച്ചു വീഴ്ത്തുകയാണ്. ബ്രോക്കർ മാഡിക്ക് സെൽഫ് ഡിഫൻസ് ടെക്നിക്കുകളും ഫൈറ്റുമൊക്കെ പഠിപ്പിച്ചു കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ മാഡിക്ക് അതത്ര പ്രയാസമുള്ള കാര്യവുമായിരുന്നില്ല. എന്തായാലും സ്കൂളിൽ നിന്ന് വൈകാതെ ബ്രോക്കറിന് കോൾ വരുന്നു. ബ്രോക്കർ സ്കൂളിലേക്ക് എത്തി. അവിടെ എത്തുമ്പോൾ ടോമിന്റെ പാരന്റ്സും വന്നിട്ടുണ്ട്. അവർ വലിയ ദേഷ്യത്തിലായിരുന്നു. പോലീസ് ഷെരീഫിനെ അടക്കം ടോമിന്റെ പാരന്റ്സ് സ്കൂളിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. മാഡിയെ അപമാനിച്ചൊക്കെ ടോമിന്റെ അമ്മ ക്യാസി വല്ലാതെ സംസാരിച്ചു. ഒരു ഘട്ടത്തിൽ ബ്രോക്കറോടും ദേഷ്യം പ്രകടിപ്പിച്ച് ബ്രോക്കറെ തല്ലുവാൻ അവൾ മുമ്പിട്ട് ചെല്ലാൻ തുടങ്ങി. ഷെരീഫും ഭർത്താവും ചേർന്നിട്ടായിരുന്നു അവളെ തടഞ്ഞു നിർത്തിയത്. വൈകാതെ സ്കൂളിൽ വെച്ച് കാര്യങ്ങൾ പറഞ്ഞ് കോംപ്രമൈസ് ആക്കുകയാണ്. കുട്ടികൾ തമ്മിലുള്ള ചെറിയ ഫൈറ്റാണല്ലോ. പക്ഷേ സ്കൂൾ തെറാപ്പിസ്റ്റ് മാഗിയെയും ബ്രോക്കറെയും സംസാരിക്കാൻ കൂട്ടിക്കൊണ്ടുപോയി. തെറാപ്പിസ്റ്റ് സൂസൻ മാഗിയോടും ബ്രോക്കറോടും സംസാരിക്കുകയാണ്. കൊച്ചുകുട്ടികൾ, അതും പെൺകുട്ടികൾ ഇങ്ങനെ ഫൈറ്റ് ചെയ്യാനൊന്നും പാടില്ല എന്നൊക്കെയായിരുന്നു സൂസന്റെ ചിന്താഗതി. പക്ഷേ ബ്രോക്കർ പറഞ്ഞു സെൽഫ് ഡിഫൻസിന് വേണ്ടിയാണ് അവൾ ഇതൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത്. പിന്നാലെ മാഗിയുടെ അമ്മയെപ്പറ്റി സൂസൻ ചോദിച്ചു. കുറച്ചു നാളുകൾക്ക് മുമ്പ് അവളുടെ അമ്മ മരണപ്പെട്ടു എന്ന വിവരം ബ്രോക്കർ സൂസനോട് പങ്കുവെക്കുകയാണ്. മാഗിക്കും അമ്മയുടെ മരണം വലിയ ആഘാതമായിരുന്നു. സ്കൂളിലെ പ്രോസസ്സുകളൊക്കെ കഴിഞ്ഞ് ബ്രോക്കറും മാഗിയും പുറത്തേക്കെത്തി. പുറത്തപ്പോഴും ടോമും പാരന്റ്സും നിൽക്കുന്നുണ്ട്. ബ്രോക്കറിനോട് കനത്ത ദേഷ്യം തോന്നിയിരുന്ന ടോമിന്റെ അമ്മ ക്യാസി തന്റെ ഭർത്താവ് ജിമ്മിയോട് ബ്രോക്കറെ പോയി തല്ലുവാൻ പറഞ്ഞ് പിരികേറ്റി വിടുകയാണ്. ജിമ്മി ബ്രോക്കറിന്റെ അടുത്തേക്ക് എത്തി. പക്ഷെ ബ്രോക്കർ കാര്യമായ മൈൻഡ് കൊടുത്തില്ല. മകൾ മാഗിയോട് വണ്ടിയിലേക്ക് കയറിയിരിക്കാൻ ബ്രോക്കർ ആവശ്യപ്പെട്ടു. പിന്നാലെയായിരുന്നു ജിമ്മി പിന്നിൽ നിന്നും ബ്രോക്കറെ തല്ലാനോങ്ങിയത്. പക്ഷെ അത് മുൻകൂട്ടി കണ്ടിരുന്ന ബ്രോക്കർ ഒറ്റ നീക്കത്തിൽ ജിമ്മിയെ താഴെ വീഴ്ത്തുകയാണ്. അപ്പോഴേക്കും ഷെരീഫ് അങ്ങോട്ടേക്ക് വന്നിരുന്നു. ഷെരീഫ് ജിമ്മിയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അവരുടെ വണ്ടിക്കടുത്തേക്ക് പറഞ്ഞു വിട്ടു. ബ്രോക്കർ ഷെരീഫിനെ നോക്കി നിന്നു. താനൊക്കെയും ആദ്യം തൊട്ടേ കാണുന്നുണ്ടായിരുന്നുവെന്നും കുഴപ്പമൊന്നുമില്ല, പൊക്കോളൂ എന്നായിരുന്നു ഷെരീഫ് അവനോട് പറഞ്ഞത്. ക്യാസിയും ജിമ്മിയും സ്കൂൾ വിട്ടുപോരുകയാണ്. ജിമ്മി നടന്നതൊക്കെ വിട്ടുകളയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ടോമിന്റെ അമ്മ ക്യാസിയാകട്ടെ നടന്നത് വിട്ടുകളയാൻ തയ്യാറായിരുന്നില്ല. ജിമ്മിയെ എരികേറ്റുന്ന രീതിയിൽ ക്യാസി ഓരോന്നും
പറഞ്ഞുകൊണ്ടേയിരുന്നു. ബ്രോക്കറിനൊരു പണി കൊടുക്കണം എന്ന് തന്നെ അവളുടെ മനസ്സ് എരിയുന്നുണ്ടായിരുന്നു. ബ്രോക്കറിന് പണി കൊടുക്കണം എന്ന് തീരുമാനിച്ചുറപ്പിച്ച കാസി തന്റെ സഹോദരൻ ഗേറ്ററിനെ കാണാൻ പോവുകയാണ്. ഗേറ്റർ കുറച്ച് ഗ്യാങ്സ്റ്റർ കണക്ഷൻസ് ഒക്കെയുള്ള മയക്കുമരുന്ന് വ്യാപാരമൊക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണ്. ബ്രോക്കറിന്റെ അഡ്രസ്സും നടന്ന കാര്യങ്ങളും പറഞ്ഞ കാസി ബ്രോക്കറിന് നല്ലൊരു പണി കൊടുക്കണം എന്ന് ഗേറ്ററോട് ആവശ്യപ്പെടുന്നു. അടുത്ത ദിവസം സ്കൂളിലെത്തിയ ബ്രോക്കർ തെറാപ്പിസ്റ്റിനെ വീണ്ടും കണ്ടു. മാഗിക്ക് അവരെ ഒരുപാട് ഇഷ്ടമാണെന്നും കഴിയുമെങ്കിൽ മാഗിയോട് കുറച്ചു നേരം അധികം സംസാരിക്കാമോ എന്നും ബ്രോക്കർ അവരോട് തിരക്കി. സൂസനും അതിൽ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ സൂസൻ ഒരു കാര്യം പ്രത്യേകം ബ്രോക്കറോട് എടുത്തു പറഞ്ഞു. ഇവിടുത്തെ ആളുകൾ പൊതുവെ നല്ലൊരു സ്വഭാവമുള്ള ആളുകളൊന്നുമല്ല. കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങൾ അറിയാമല്ലോ, വെറുതെ പ്രശ്നങ്ങൾ വലുതാക്കണ്ട, മാഗിയുടെ നല്ലതിനും അതാ വേണ്ടത്. സൂസൻ പറയുന്നത് ബ്രോക്കറിന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രോക്കർ ജിമ്മി ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് നേരെ പോവുകയാണ്. ജിമ്മിക്കടുത്തെത്തി തലേ ദിവസത്തെ കാര്യങ്ങളിൽ വെറുതെ പ്രശ്നം മുമ്പോട്ട് കൊണ്ടുപോകണ്ട, പരിഹാരത്തിന് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു. ബ്രോക്കർ ക്ഷമ ചോദിച്ചാൽ മാത്രം മതി എന്നായിരുന്നു ജിമ്മിയുടെ മറുപടി. പൊതുവെ ക്ഷമയൊന്നും ചോദിക്കാത്ത അല്പം പരുക്കനായിട്ടുള്ള വ്യക്തിയാണെങ്കിലും തന്റെ മകൾക്കു വേണ്ടി തന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ പോലും ബ്രോക്കർ ജിമ്മിയോട് ക്ഷമ ചോദിക്കാൻ തയ്യാറാകുന്നു. അതോടെ കാര്യങ്ങളൊക്കെ സ്മൂത്തായെന്ന് വിശ്വസിച്ച് ബ്രോക്കർ അവിടെ നിന്ന് പോരുകയാണ്. പോരുന്ന വഴിയിൽ ട്രക്കിൽ പെട്രോൾ നിറയ്ക്കുവാൻ അവനൊരു പമ്പിൽ നിർത്തി. പെട്രോൾ നിറച്ചുകൊണ്ടിരിക്കെ അങ്ങോട്ടേക്ക് കുറച്ചാളുകൾ കടന്നു വന്നു. ബ്രോക്കർ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുന്നു എന്നതുപോലും കാര്യമാക്കാതെ പ്രശ്നമുണ്ടാക്കാൻ എന്നവണ്ണം തന്നെ തങ്ങൾക്കുടനടി പെട്രോൾ അടിക്കണം എന്നൊക്കെ പറഞ്ഞ് ബ്രോക്കറുമായി വിഷയമുണ്ടാക്കുകയാണ്. ആദ്യമൊക്കെ ബ്രോക്കർ ഒഴിഞ്ഞു മാറിയെങ്കിലും അവർ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി തന്നെ വന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞതും ബ്രോക്കർ അവരെ ഇടിച്ചു വീഴ്ത്തുകയാണ്. ശേഷം ആരാണ് അവരെ അയച്ചത് എന്നും അവരിൽ ഒരാളോട് ബ്രോക്കർ ചോദിക്കുന്നുണ്ട്. അങ്ങനെ തങ്ങളെ ആരും അയച്ചതല്ല എന്നായിരുന്നു അവരുടെ മറുപടി. അധികം വൈകാതെ തന്റെ മയക്കുമരുന്ന് നിർമ്മാണശാലയിലായിരുന്ന ഗേറ്ററിന് താൻ പറഞ്ഞുവിട്ട ആളുകളിൽ നിന്ന് കോൾ വരുന്നു. ബ്രോക്കറെ അടിച്ചിടുവാൻ ഗേറ്റർ ആയിരുന്നു ആ പ്രശ്നക്കാരെ അയച്ചത്. ബ്രോക്കർ അവരെയൊക്കെ അടിച്ചിട്ടു എന്ന് കേൾക്കുന്ന ഗേറ്റർ വല്ലാതെ നിരാശനും ക്ഷുഭിതനുമാകുന്നുണ്ട്. അന്ന് വൈകിട്ട് സ്കൂളിൽ നിന്ന് മാഗിയെ പിക്ക് ചെയ്ത് ബ്രോക്കർ പോരുകയായിരുന്നു. ആ സമയം ഷെരീഫ് ബ്രോക്കറുടെ പിന്നാലെത്തി കാർ ഒതുക്കാൻ ആവശ്യപ്പെട്ടു. ശേഷം ഇറങ്ങി വന്ന് ബ്രോക്കറോട് സംസാരിച്ചു. ഗ്യാസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന ഫൈറ്റിനെ പറ്റിയായിരുന്നു ഷെരീഫ് ബ്രോക്കറോട് ചോദിച്ചത്. യഥാർത്ഥത്തിൽ ബ്രോക്കർ ആരാണെന്നും വല്ല അണ്ടർ കവർ ഏജന്റോ എക്സ് മിലിറ്ററിയോ വല്ലതുമാണോ എന്നും ഷെരീഫ് അന്വേഷിക്കുകയും ചെയ്തു. പക്ഷേ അതിനൊന്നും കൃത്യമായ മറുപടി ബ്രോക്കർ കൊടുത്തതേയില്ല. നിങ്ങൾ എന്റെ നിരീക്ഷണത്തിലുണ്ട് എന്നതോടെ ഷെരീഫ് വാൺ ചെയ്യുകയാണ്. ബ്രോക്കർ അവിടെ നിന്നും നേരെ വീട്ടിലേക്ക് പോന്നു. അടുത്ത ദിവസം ബ്രോക്കറും മാഗിയും ഹോഴ്സ് റൈഡിങ്ങിന് പോയി. ഇതേ സമയം അങ്ങോട്ടേക്ക് എത്തിയിരുന്ന ഗേറ്റർ അവരെ മറന്നു നിന്ന് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ബ്രോക്കറും മാഗിയും വീട് വിട്ട് കുറച്ച് ദൂരേക്ക് പോയതും ഗേറ്റർ അവരുടെ വീടിന്റെ ഭാഗത്തേക്ക് കടന്നു ചെന്നു. ബ്രോക്കറുടെ ട്രക്കിന്റെ ടയർ അവനാദ്യം കുത്തി പഞ്ചറാക്കി. ശേഷം വീടിനകത്തേക്ക് അതിക്രമിച്ചു കയറി. വീട് മുഴുവൻ ബ്രോക്കറെ പറ്റിയുള്ള വിവരങ്ങളും മറ്റു കാര്യങ്ങളും അവൻ തിരയാൻ ആരംഭിച്ചു. അപ്പോഴായിരുന്നു ബ്രോക്കറുടെ പക്കലുള്ള DEAയുടെ പേഴ്സണൽ റിപ്പോർട്ടുകൾ ഗേറ്റർ കാണുന്നത്. അത് പരിശോധിച്ചപ്പോൾ ഡാനി ടിയുടെ ഫയലും ഗേറ്ററിന് കിട്ടുകയാണ്. ഡാനി ടിയെ ഗേറ്ററിന് പരിചയമുണ്ടായിരുന്നു. ഡാനി ടിയുടെ മകൻ കൊല്ലപ്പെടാൻ കാരണവും ബ്രോക്കർ ആണെന്ന് ആ നിമിഷം ഗേറ്റർ തിരിച്ചറിയുകയാണ്. വൈകാതെ കുതിരപ്പുറത്ത് പോയവർ തിരിച്ചുവരുന്ന ശബ്ദം കേട്ടതും ഗേറ്റർ അവിടെ നിന്ന് ആ ഫയലുമെടുത്ത് പുറത്തു കടക്കുന്നു. അന്ന് സന്ധ്യയായിട്ടും തന്റെ പൂച്ച ലൂതറിനെ മാഗിക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. അച്ഛനടുക്കൽ ലൂതറെ കാണുന്നില്ല എന്ന വിവരം മാഗി പറഞ്ഞു. അതോടെ ലൂതറെ ഒന്ന് നോക്കുവാൻ ബ്രോക്കർ ഇറങ്ങിത്തിരിക്കുകയാണ്. ആ സമയമാണ് തന്റെ ട്രക്കിന്റെ ടയർ ആരോ കുത്തി പഞ്ചറാക്കിയിരിക്കുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. കാൽപ്പാടുകൾ പിന്തുടർന്നു പോയ ബ്രോക്കർ കാണുന്നത് ഒരു മരത്തിൽ കെട്ടിത്തൂക്കിയിട്ട നിലയിൽ മാഗിയുടെ പാവയായിരുന്നു. ഒരു വാണിംഗ് സിമ്പൽ എന്ന നിലയിലായിരുന്നു അത് തൂക്കിയിട്ടിരുന്നത്. ആരോ തന്റെ വീടിനുള്ളിൽ കടന്നിട്ടുണ്ടെന്നും ശേഷം മടങ്ങിപ്പോയിട്ടുണ്ടെന്നും ബ്രോക്കർ ആ സമയം തന്നെ മനസ്സിലാക്കുകയാണ്. അതിനു പിന്നിൽ ജിമ്മിയായിരിക്കും, മറ്റാരും തനിക്കപ്പോൾ ശത്രുക്കളില്ലല്ലോ എന്നും ചിന്തിച്ച ബ്രോക്കർ നേരെ ജിമ്മിയുടെ അടുത്തേക്ക് ചെന്നു. ദേഷ്യത്തിൽ ജിമ്മിയോട് സംസാരിച്ചു. തന്റെ മകളുടെ പൂച്ച തനിക്ക് തിരികെ വേണം എന്നും അയാൾ ആവശ്യപ്പെട്ടു. പക്ഷേ ജിമ്മിക്കും നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി അത്ര അറിവുണ്ടായിരുന്നില്ല. മറുവശത്ത് ഗേറ്റർ ആകട്ടെ തന്റെ ഗേൾഫ്രണ്ട് ഷെറിലിനോട് ബ്രോക്കർ ആരാണെന്നും താൻ കണ്ടെത്തിയ വിവരങ്ങളും പങ്കുവെക്കുകയാണ്. ഗേറ്ററിന്റെ ഗേൾഫ്രണ്ടായ ഷെറിൽ ഡാനി ടിയുടെ മോട്ടോർ ബൈക്ക് ഗ്യാങ്ങിലെ മെമ്പറായിരുന്നു. അവരുമായിട്ട് ഷെറിലിന് വലിയ അടുപ്പവുമുണ്ട്. ഗേറ്ററിന്റെ മയക്കുമരുന്ന് വ്യാപാരം വളരെയധികം വ്യാപിപ്പിക്കാനും കൂടുതൽ കണക്ഷൻസ് ഉണ്ടാക്കാനും ഇത് ബെസ്റ്റ് വഴിയാണ് എന്ന് അഭിപ്രായപ്പെട്ട ഷെറിൽ ഗേറ്ററിന് ഡാനി ടിയുമായി കണക്ട് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ അറേഞ്ച് ചെയ്തു കൊടുക്കുന്നു. അടുത്ത ദിവസം വൈകിട്ട് ബ്രോക്കർ വീട്ടിലൊരു പാർട്ടി അറേഞ്ച് ചെയ്തിരുന്നു. മകൾക്ക് വേണ്ടിയിട്ടായിരുന്നു ആ പാർട്ടി. സ്കൂളിലേക്ക് എത്തിയ മാഗിയും ബ്രോക്കറും കാസിക്കും ടോമിനും അടുത്തേക്ക് ചെന്നു. കാര്യങ്ങളൊക്കെ ഒന്ന് സ്മൂത്താക്കുവാൻ
ടോമിനെ മകൾ മാഗിയെ കൊണ്ട് തന്നെ പാർട്ടിക്ക് ക്ഷണിച്ചു. അവരതിന് വരാമെന്നും സമ്മതിച്ചു. തിരിച്ചെത്തിയ ബ്രോക്കർ കൂട്ടുകാരൻ ടീറ്റോയ്ക്കൊപ്പം യാർഡിൽ ജോലി ചെയ്യുകയാണ്. ടീറ്റോ തനിക്കറിയാവുന്ന കാര്യങ്ങൾ വ്യക്തമാക്കി. എന്തായാലും നിന്റെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയത് ആ ജിമ്മിയൊന്നുമാവില്ല. അതിനുള്ള ധൈര്യമൊന്നും അയാൾക്കില്ല. പക്ഷേ അവരുടെ ഫാമിലി, അവന്റെ അളിയൻ ഗേറ്റർ, അവനിത്തിരി പ്രശ്നക്കാരനാ. അവന് ഈ മയക്കുമരുന്നിന്റെ ഇടപാടൊക്കെയുണ്ട്. ഇവിടുത്തെ പോലീസുമായിട്ടും അത്യാവശ്യം കണക്ഷൻസ് ഒക്കെ ഉണ്ട്. ഗേറ്ററിനെ കാണണമെങ്കിൽ അവൻ ഡെയിലി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്ന ഇടമൊക്കെ ഞാൻ പറഞ്ഞു തരാം. പക്ഷെ അവനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തേക്കരുത്. ടീറ്റോയുടെ വാക്കുകൾ ബ്രോക്കറിനും വ്യക്തമാകുന്നുണ്ടായിരുന്നു. അന്ന് വൈകുന്നേരം അതിഗംഭീരമായി പാർട്ടി നടന്നു. ടോമും കാസിയും അങ്ങോട്ടേക്ക് വരികയും ചെയ്തിരുന്നു. മാഗിയും ടോമും പതിയെ അടുത്ത സുഹൃത്തുക്കളായി മാറാനും ആരംഭിച്ചു. ഇതൊക്കെ ഗേറ്ററും അറിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗേറ്റർ സഹോദരി കാസിയെ കാണുവാൻ അവളുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ബ്രോക്കറും ബ്രോക്കറുടെ മകളുമായും ഒരുപാട് അടുപ്പവും ഇടപാടുമൊന്നും വേണ്ടെന്നും കാര്യങ്ങൾ വഷളാവാൻ തുടങ്ങുന്നതേയുള്ളൂ എന്നും ഗേറ്റർ അവളെ വാൺ ചെയ്തു. മറുവശത്ത് ബ്രോക്കറിന് തന്റെ DEA ടീമിൽ നിന്നും അന്വേഷണത്തിനൊടുവിൽ ചില വിവരങ്ങളും ഗേറ്ററെ പറ്റി ലഭിച്ചു. ഗേറ്ററിന്റെ ഗേൾഫ്രണ്ടിന് ഡാനി ടീയുമായി ബന്ധമുണ്ട്. ഡാനി ടീയും ഗേറ്ററും ഒന്നിച്ച് എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുമുണ്ട്. നീ കുറച്ചുകൂടി കരുതലോടെ ഇരിക്കണം. പൊതുവെ പേടിച്ചൊളിച്ചോടുന്ന സ്വഭാവം ബ്രോക്കറിനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം ഗേറ്ററെ കാണുവാൻ ബ്രോക്കർ പുറപ്പെട്ടു ചെല്ലുകയാണ്. ഗേറ്ററുടെ അടുത്തേക്ക് കടന്നു ചെന്ന ബ്രോക്കർ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടേണ്ടെന്നും തന്റെ മകളെയും തന്നെയും തന്റെ വീടും വിട്ട് മാറി നിൽക്കുന്നതായിരിക്കും നിനക്ക് നല്ലതെന്നും ഇല്ലെങ്കിൽ നീ അനുഭവിക്കേണ്ടി വരും എന്നും അവനെ വാൺ ചെയ്തു. പക്ഷെ ബ്രോക്കർ പറയുന്നതിനെപ്പറ്റി തനിക്കൊരു ഐഡിയയുമില്ലാത്ത പോലായിരുന്നു ഗേറ്റർ എന്ന് അവിടെ ബിഹേവ് ചെയ്തത്. പക്ഷേ ഗേറ്ററിന് ഒരു പണി കൊടുക്കണം എന്ന് തന്നെ ബ്രോക്കർ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. ഗേറ്ററിന്റെ മയക്കുമരുന്ന് നിർമ്മാണശാല ബ്രോക്കർ കണ്ടെത്തുകയാണ്. ആരുമില്ലാത്ത സമയം നോക്കി അങ്ങോട്ടേക്ക് കടന്നെത്തിയ ബ്രോക്കർ അവിടുത്തെ വയറുകളിൽ ആവശ്യമായ തിരിമറികൾ ചെയ്തു. ആരെങ്കിലും വന്ന് ലൈറ്റ് ഇട്ടാൽ ഉടൻ അവിടെ ഒരു എക്സ്പ്ലോഷൻ നടക്കുന്ന രീതിയിൽ ചില കാര്യങ്ങളും ബ്രോക്കർ അവിടെ സെറ്റപ്പ് ചെയ്തു വെച്ചു. അവിടെ ബ്രോക്കറിന്റെ പൂച്ച ലൂതറും ഉണ്ടായിരുന്നു. ലൂതറിനെ എടുക്കുവാൻ ബ്രോക്കർ തുനിഞ്ഞതും അങ്ങോട്ടേക്ക് കടന്നുവന്ന ഗേറ്ററിന്റെ ഒരാൾ ബ്രോക്കറിന് നേരെ തോക്ക് ചൂണ്ടി അയാളെ അടിച്ചിടാൻ ബ്രോക്കറിന് സാധിച്ചു. പക്ഷേ ശേഷം തന്റെ പൂച്ചയെടുത്ത് അതിനെ നോക്കിക്കൊണ്ടിരിക്കെ ഗേറ്ററിനെ ആരോ ഒരാൾ ഇരുമ്പു തണ്ടുകൊണ്ട് അടിച്ചു വീഴ്ത്തി. ബോധം തെളിയുമ്പോൾ ബ്രോക്കറെ കെട്ടിയിട്ട് വെള്ളത്തിൽ മുക്കി ഒരു കൂട്ടം ആളുകൾ മർദ്ദിക്കുകയായിരുന്നു. ഗ്യാസ് സ്റ്റേഷനിൽ വെച്ച് ബ്രോക്കറെ ആക്രമിച്ച ഗേറ്ററിന്റെ ആളുകൾ തന്നെയായിരുന്നു അത്. ബ്രോക്കർ കുറേയധികം തല്ലുകൾ ഏറ്റുവാങ്ങി. ഒരു ഘട്ടത്തിൽ ഇതുപോലെ ഇനി അനുഭവിക്കാനും ചാവാനും പോകുന്നത് നിന്റെ മകളാടാ എന്നൊരാൾ അലറിയതും ബ്രോക്കറിന് സഹിച്ചില്ല. ബ്രോക്കർ തന്നെ കെട്ടിയിട്ട് മർദ്ദിക്കുന്നവർക്കെതിരെ തിരിച്ചടിക്കാൻ തുടങ്ങി. തന്റെ കൈയുടെ കെട്ടും വിദഗ്ധമായി അഴിച്ച ബ്രോക്കർ തന്നെ അടിച്ചുകൊണ്ടിരുന്നവരെ നല്ല രീതിയിൽ മർദ്ദിച്ച് നിലംപരിശാക്കി അവിടെ നിന്ന് കടന്നു പോവുകയാണ്. ഇനിയും അവിടെ തുടരുന്നത് അപകടമാണെന്ന് ബ്രോക്കർ തിരിച്ചറിഞ്ഞിരുന്നു. ഡാനി ടീയുടെ ആളുകളും ഗേറ്ററിന്റെ കൂടെ കൂടിയിട്ടുണ്ട്. അവരെന്തായാലും തന്നെ ആക്രമിക്കാൻ വീട്ടിലേക്കെത്തും. അതുകൊണ്ട് മകളും ഒന്നിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുവാൻ വേണ്ട കാര്യങ്ങൾ ബ്രോക്കർ പ്ലാൻ ചെയ്യുന്നു. മറുവശത്ത് ഗേറ്ററിനടുത്തേക്ക് ഡാനി ടീയുടെ വലങ്കയ്യായ സൈറസും ബൈക്കർ ഗ്യാങ്ങും എത്തിച്ചേർന്നിരുന്നു. ബ്രോക്കറെ വകവരുത്തുവാൻ അവർ പുറപ്പെടാൻ തയ്യാറാവുകയായിരുന്നു. പക്ഷേ ഗേറ്റർ പറഞ്ഞു, താൻ ഈ പ്രശ്നങ്ങളിലേക്ക് ഇടപെടാൻ വരുന്നില്ല. നിങ്ങളുടെ കണക്കുകൾ നിങ്ങൾ തന്നെ തീർത്തോളൂ. ഞാൻ അതിനുവേണ്ട വഴി കാണിച്ചു തന്നിട്ടുണ്ട്. സൈറസ് അതോടെ ഗേറ്ററുടെ ഗേൾഫ്രണ്ടായ ഷെറിലിനെയും തന്റെ കൂടെ വഴി കാണിക്കാൻ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകുന്നു. ആക്രമിക്കാൻ അവർ എത്തുമെന്ന് മുൻകൂട്ടി കണ്ടിരുന്ന ബ്രോക്കർ ടീറ്റോയെ വിളിച്ചു വരുത്തി കുതിരലായത്ത് നിന്ന് കുതിരകളെ കൊണ്ടുപോകാൻ ആവശ്യപ്പെടുകയാണ്. ടീറ്റോ നേരെ കുതിരലായത്തിലേക്ക് കയറി. മറുവശത്ത് ആയുധങ്ങളുമെടുത്ത് ബ്രോക്കർ തയ്യാറായി നിന്നു. സമയം രാത്രിയോടടുത്തിരുന്നു. സൈറസും ഷെറിലും ബൈക്കർ ഗ്യാങ്ങിലെ അംഗങ്ങളും ബോട്ടിൽ ബ്രോക്കറിന്റെ വീടുള്ളയിടത്തേക്ക് എത്തുകയാണ്. അവർ ബ്രോക്കറിന്റെ വീട് ലക്ഷ്യമാക്കി മുന്നോട്ട് നടന്നു നീങ്ങി. ഈ സമയം കുതിരലായത്തിലുള്ള ശബ്ദം കൂട്ടത്തിലൊരാൾ കേട്ടിരുന്നു. തോക്ക് ചൂണ്ടി അയാൾ അങ്ങോട്ടേക്ക് കടന്നു ചെന്നു. അത് മനസ്സിലാക്കിയ ടീറ്റോ ഉണർന്ന് പ്രവർത്തിച്ചു. ഫൈറ്റിനൊടുവിൽ ടീറ്റോ എതിരാളിയെ പിച്ച് ഫോർക്ക് ഉപയോഗിച്ച് കുത്തിക്കൊലപ്പെടുത്തി. പുറത്തേക്കിറങ്ങി വന്ന അവൻ പിന്നാലെ ഹോൺ മുഴക്കി ബ്രോക്കറിനെ വിവരമറിയിക്കാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തിയിരുന്ന സൈറസിന്റെ ആളുകൾ ടീറ്റോയെ വെടിവെച്ചിരുന്നു. ശബ്ദമൊക്കെ കേട്ട ബ്രോക്കറും കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞു. മാഗിയെ സുരക്ഷിതമായി ഒരിടത്തിരുത്തി പോലീസിനെ വിളിക്കാൻ ആവശ്യപ്പെട്ട് ബ്രോക്കർ തന്റെ ഷോട്ട് ഗണ്ണുമെടുത്ത് തയ്യാറായി നിൽക്കാൻ ആരംഭിക്കുന്നു. വീട് ചുറ്റിവളഞ്ഞ് സൈറസ് ബ്രോക്കറിനെ കൊല്ലുവാൻ ആളുകൾ വിട്ടു. പക്ഷേ തന്റെ വിദഗ്ധ നീക്കങ്ങളിലൂടെ ബ്രോക്കർ തിരിച്ചടിച്ചുകൊണ്ടേയിരുന്നു.
ഒരു ഘട്ടത്തിൽ ഒരാൾ മാഗിക്ക് പിന്നാലെ മാഗിയെ പിടിക്കുവാനും കൊല്ലുവാനുമായി ഓടിച്ചെന്നു. പക്ഷെ കൃത്യസമയത്ത് ബ്രോക്കർ അങ്ങോട്ടേക്ക് എത്തുകയും അയാളെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. മാഗി അതോടെ വീടിനോട് ചേർന്നുള്ള കാടിനുള്ളിലേക്ക് ഓടി രക്ഷപ്പെടുകയാണ്. ബ്രോക്കർ അവൾക്ക് പിന്നാലെ പോവാൻ ശ്രമിച്ചെങ്കിലും പുറത്തുണ്ടായിരുന്ന സൈറസും ആളുകളും ബ്രോക്കറിന് നേരെ ഷൂട്ടൌട്ട് ആരംഭിക്കുന്നു. പിന്നെ നടന്നത് കനത്ത ഏറ്റുമുട്ടലായിരുന്നു. ഒരു ഘട്ടത്തിൽ മുമ്പോട്ട് കാടിനുള്ളിലൂടെ ഓടിക്കൊണ്ടേയിരുന്ന മാഗി ബോട്ടിനടുത്ത് നിൽക്കുകയായിരുന്ന ഗേറ്ററിന്റെ ഗേൾഫ്രണ്ട് ഷെറിലിനടുത്ത് ചെന്നുവിടുകയാണ്. സൈറസ് മാഗിയെയും കൊലപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് അതിനോടകം മനസ്സ് മാറിയിരുന്ന ഗേറ്ററിന്റെ ഗേൾഫ്രണ്ട് മാഗിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. അവർ വന്ന ബോട്ടിൽ മാഗിയെ രക്ഷിച്ച് ഷെറിൽ കൊണ്ടുപോവുകയാണ്. മറുവശത്ത് ബ്രോക്കറും സൈറസും തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുകയായിരുന്നു. ശക്തമായ ഫൈറ്റിനൊടുവിൽ ബ്രോക്കർ സൈറസിനെ കൊലപ്പെടുത്തി. ബ്രോക്കർ ഓടിയെത്തുമ്പോഴേക്കും ഷെറിൽ മാഗിയെയും പറ്റിച്ച് കൂടെ കൊണ്ടുപോകുന്നത് ബ്രോക്കറിന് കാണാമായിരുന്നു. തന്റെ മനസ്സ് മാറിയെന്നൊക്കെ മാഗിയെ കബളിപ്പിക്കാൻ ഷെറിൽ വെറുതെ പറഞ്ഞതായിരുന്നു. ഈ സമയം അങ്ങോട്ടേക്ക് പോലീസും വന്നെത്തി. പോലീസിനോട് ബ്രോക്കർ തനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. ടീറ്റോ അപ്പോഴേക്കും തന്റെ ജീപ്പും ഓടിച്ച് പുറത്തേക്ക് എത്തിയിരുന്നു. വെടിയേറ്റേറിയ അവശനിലയിലായിരുന്നു അവൻ. ടീറ്റോയെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുവാൻ ബ്രോക്കർ പറഞ്ഞു. ഈ സമയമാണ് ഷെറിൽ കടത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്ന മാഗി ബോട്ടിൽ നിന്നും ബ്രോക്കറിനെ കോൾ ചെയ്യുന്നത്. ബ്രോക്കർ കൊടുത്ത ഫോൺ അപ്പോഴും മാഗിയുടെ പക്കലുണ്ടായിരുന്നു. താൻ കാണുന്ന കാഴ്ചകളും ചുറ്റുവട്ടത്തുള്ളതും അവൾ ബ്രോക്കറോട് വിശദമായി പറഞ്ഞു. ഷെറിൽ മാഗിയെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഗേറ്ററിന്റെ ലാബിലേക്കാണ് എന്ന് ബ്രോക്കർ തിരിച്ചറിഞ്ഞു. അവളോട് മൊബൈൽ ഒളിപ്പിച്ചു വെക്കാനും താൻ ഉടനടി അങ്ങോട്ടേക്ക് എത്തുമെന്നും പറഞ്ഞ് ബ്രോക്കർ ഷെരീഫിന്റെ പോലീസ് കാറുമെടുത്ത് അവിടെ നിന്ന് പുറപ്പെടുകയാണ്. ഗേറ്ററിന്റെ അടുത്തെത്തിയ ഷെറിലാകട്ടെ ഡിക്കിയിൽ നിന്നും മാഗിയെ പുറത്തെടുക്കാൻ ശ്രമിച്ചു. പക്ഷെ മാഗി കൃത്യസമയത്ത് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് അവളെ കുത്തി പരിക്കേൽപ്പിച്ച് പുറത്തേക്ക് ഓടുകയാണ്. ഈ സമയം നടന്ന വിവരങ്ങളൊക്കെ അറിഞ്ഞ് ഗേറ്ററും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഒക്കെ അവതാളത്തിലാക്കി അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്ന ഷെറിലിനെ ഗേറ്റർ ദേഷ്യത്തോട് നോക്കിക്കാണുന്നുണ്ട്. തന്റെ ഗണ്ണെടുത്ത് മാഗിയെ വെടിവെച്ച് കൊല്ലുവാൻ ഗേറ്റർ തയ്യാറെടുത്തു. പക്ഷെ അപ്പോഴേക്കും ബഹളവും ഒക്കെ കേട്ട് കാസി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടായിരുന്നു. അതിനോടകം മാഗിയെ തട്ടിക്കൊണ്ടുവന്ന വിവരമൊക്കെ കാസി അറിഞ്ഞിരുന്നു. ഗേറ്ററിനടുക്കൽ മാഗി എവിടെയെന്ന് കാസി ചോദ്യം ചെയ്തു. പക്ഷെ അവനൊന്നും വിട്ടുപറയുന്നുണ്ടായിരുന്നില്ല. ഈ സമയമാണ് ഗേറ്ററുടെ ഗേൾഫ്രണ്ട് ഷെറിൽ മാഗിയെ വീണ്ടും ബോട്ടിലേക്ക് കൊണ്ടുപോകാൻ കാസി അറിയാതെ ശ്രമം നടത്തുന്നത്. ശബ്ദം കേട്ട് കാസി അകത്തേക്ക് ചെന്നു. അവിടുത്തെ ലൈറ്റിന്റെ സ്വിച്ച് ഇട്ടു. പിന്നെ പറയണ്ടല്ലോ, മുമ്പ് അവിടെത്തി ബ്രോക്കർ സെറ്റ് ചെയ്തു വെച്ചിരുന്ന ട്രാപ്പ് വർക്കാവുകയാണ്. മയക്കുമരുന്നടക്കം അവിടെ സ്ഫോടനത്തിന് വിധേയമാകുന്നു. അതോടെ ഏവരും ഒന്ന് പാനിക്കാകുന്നുണ്ട്. മാഗി സുരക്ഷിതമായി കാസിയുടെ കൈകളിലും എത്തി. മാഗിയെ കൂട്ടി കാസി പോവാനിറങ്ങി. പക്ഷേ മാഗിയെ കൊണ്ടുപോവാൻ ഗേറ്റർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവർ തമ്മിൽ പിടിവലിയും വാഗ്വാദങ്ങളും നടന്നു. ഇതിനിടയിൽ അബദ്ധത്തിൽ ഗേറ്റർ തന്റെ സഹോദരി കാസിയെ വെടിവെക്കുകയാണ്. തനിക്ക് രക്ഷപ്പെടണമെങ്കിൽ മാഗി തന്റെ കൂടെ ബന്ദിയായി വേണം എന്ന് ഗേറ്ററിന് മനസ്സിലായി കഴിഞ്ഞിരുന്നു. അതോടെ തന്റെ വണ്ടിയിൽ കയറ്റി മാഗിയുമായി ഗേറ്റർ പോവാൻ തയ്യാറെടുക്കുന്നു. ആ സമയമായിരുന്നു കാറിൽ അങ്ങോട്ടേക്ക് ബ്രോക്കർ വന്നെത്തുന്നത്. മാഗിയെ കൊണ്ടുപോകുന്ന ഗേറ്ററെ ബ്രോക്കർ കാണുന്നുണ്ട്. അതോടെ ഒരു ചേസ് ആരംഭിക്കുകയാണ്. പക്ഷേ ചേസിന്റെ ഒരു ഘട്ടത്തിൽ ഗേറ്ററെ തടഞ്ഞു നിർത്തുവാൻ പോലീസ് ഷെരീഫ് ബ്രോക്കറിന് നിർദ്ദേശം കൊടുത്തു. പക്ഷേ ഗേറ്റർ അപ്പോഴും സുരക്ഷിതമായി മറുവശത്തെത്തിയിരുന്നു. ഗേറ്റർ വിടാൻ സാധിക്കാതെ ബ്രോക്കറും അതുവഴി ചാടിക്കടക്കാൻ ശ്രമിച്ചെങ്കിലും ബ്രോക്കറിന്റെ കാർ അപകടത്തിൽപ്പെട്ടു. അതോടെ വണ്ടി നിർത്തി ഗേറ്റർ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ബ്രോക്കറെ കൊല്ലാനായി തോക്കു ചൂണ്ടിയായിരുന്നു അവന്റെ വരവ്. പക്ഷെ മാഗി ഇറങ്ങി വന്ന് ഗേറ്ററെ തടയാൻ ശ്രമിച്ചു. ഗേറ്റർ അതോടെ മാഗിയെ തിരികെ കാറിൽ കയറ്റുവാൻ ഒച്ചയെടുത്ത് ചെന്നതും ആ അവസരം മുതലെടുത്ത് സുരക്ഷിതമായി പുറത്തെത്തിയ ബ്രോക്കർ ഗേറ്ററിനെതിരെ ഫൈറ്റ് ചെയ്യുകയാണ്. ക്രൂരമായി ഗേറ്ററെ മർദ്ദിച്ച് താഴെ വീഴ്ത്തിയ ശേഷം ബ്രോക്കർ അവന്റെ തലയിലേക്ക് തോക്ക് ചൂണ്ടി. പെട്ടെന്നാണ് മാഗി ഇതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് എന്ന് ബ്രോക്കർ ഓർക്കുന്നത്. അതോടെ ഗേറ്ററെ കൊല്ലാതെ ബ്രോക്കർ പിന്മാറുകയാണ്. എന്റെ മകള് കാരണം നീ ഇപ്പോ രക്ഷപ്പെടുന്നത് എന്ന് ബ്രോക്കർ അവനോട് പറയുകയും ചെയ്തു. ബ്രോക്കർ മുന്നിലേക്ക് ചെന്ന് തന്റെ മകൾ മാഗിയെ ചേർത്തു പിടിച്ചു. ശേഷം അവർ അവിടെ നിന്ന് നടന്നു നീങ്ങി. 2 ആഴ്ചകൾ കടന്നുപോയി. ജയിലിലായിരുന്ന ഡാനിറ്റിക്ക് ഒരു വിസിറ്റർ വന്നിരുന്നു. ഡാനിറ്റി വിസിറ്ററെ കാണാൻ എത്തുമ്പോൾ കണ്ടത് വന്നിരിക്കുന്ന ബ്രോക്കറെയായിരുന്നു. ബ്രോക്കർ ഡാനിറ്റിയോട് പറഞ്ഞു, നീ ചെയ്ത പ്രവൃത്തികൾക്ക് ഒക്കെയും ഞാനൊരു തീരുമാനമാക്കിയിട്ടുണ്ട്. നീ ഇവിടെ നിന്ന് പുറത്തിറങ്ങുമല്ലോ, നിനക്കു വേണ്ടി പുറത്ത് ഞാനുണ്ടാകും. അത് കേട്ട് ഡാനിറ്റി ഭയക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ആക്ഷൻ ചിത്രം ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബായ്.